യേശു അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാത രോഗിയെ എടുത്തുകൊണ്ടുവന്നു. ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവനിരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാത രോഗിയെ അവൻ കിടക്കയോടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാത രോഗിയോട് പറഞ്ഞു, മകനെ, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷമാണ് 2-ാം അധ്യായം 3-5 തിരുവചനങ്ങളാണ്. ഈ അത്ഭുതം നിന്നെ എങ്ങനെ സ്വാധീനിക്കുന്നു? നമുക്ക് നോക്കാം. 4 പേർ തളർവാത രോഗിയെ എടുത്തുകൊണ്ടുവരുന്നത് രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥയെ കാണിക്കുന്നു. മേൽക്കൂര പൊളിക്കുന്നത് രോഗശാന്തിക്ക് അപേക്ഷിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. പാപമോചന വാക്കുകളും കിടക്കയും എടുത്ത് പോകാനുള്ള കൽപ്പനയുമാണ് സൗഖ്യദായകൻ്റെ പ്രവൃത്തി. കിടക്കയും എടുത്തു പോകുന്നത് രോഗം പൂർണ്ണമായി സുഖപ്പെട്ടു എന്നതിൻ്റെ പ്രകടനമാണ്. പാപമോചനം കൊടുക്കാനുള്ള യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ചുള്ള സംശയം യേശു നൽകുന്ന സൗഖ്യം മൂലം ദൂരീകരിക്കപ്പെടുന്നു. വളരെ സാഹസികമായി ആ മനുഷ്യനെ യേശുവിൻ്റെ അടുത്തെത്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് യേശുവിലുള്ള അവരുടെ ഉറച്ച വിശ്വാസമാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വിശ്വാസം എപ്പോഴും പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന വിശ്വാസമാണ്. തൻ്റെ മുമ്പിലുള്ള തടസ്സങ്ങളെ ധൈര്യമായി മറികടക്കുന്നു. തളർവാത രോഗിയെ മകനെ എന്ന് യേശു വിളിക്കുന്നു. തളർവാത രോഗിയോട് എഴുന്നേറ്റ് നടക്കാൻ യേശു കൽപ്പിച്ചപ്പോൾ അയാൾ എഴുന്നേറ്റ് നടന്നുവെങ്കിൽ അതെ, യേശു തന്നെ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതും സംഭവിച്ചിട്ടുണ്ട് എന്നാണ് യേശു വ്യക്തമാക്കുന്നത്. കിടക്കയും എടുത്ത് നടക്കുക. താൻ സുഖപ്പെടുത്തിയ ആൾക്ക് യേശു ഒരു നിയോഗവും ഉത്തരവാദിത്വവും നൽകുന്നു. താൻ കൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശക്തി നൽകിക്കൊണ്ടാണ് അവിടുന്ന് കൽപ്പിക്കുന്നത്. കർത്താവേ, പാപികളായ ഞങ്ങൾക്ക് ഏറ്റവും ആശ്വാസവും സമാധാനവും സാന്ത്വനവും നൽകുന്നതാണ് അങ്ങയുടെ ഈ കൽപ്പന. നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന വചനത്തിൽ വിശ്വസിക്കാൻ നമുക്ക്. ഈ അത്ഭുതം നമ്മെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.